അധ്യാപക സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ മറ്റു സ്കൂളിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്ക് വന്ന കുട്ടികളെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതിനു മുൻപേ നമ്മുടെ സ്കൂളിന്റെ സ്റ്റുഡന്റ് പ്രോഗ്രഷൻ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ആദ്യം സ്റ്റുഡന്റ് മോഡ്യൂളിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം 2024-2023 അക്കാഡമിക് ഇയർ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ സ്കൂൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതിനുശേഷം ഈ കാണുന്നതാണ് നമ്മുടെ സ്കൂളിന്റെ ഡാഷ്ബോർഡ്. ഇവിടെ ക്ലാസ് വൈസ് കുട്ടികളുടെ എണ്ണം കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ പ്രോഗ്രഷൻ വഴി പ്രൊമോട്ട് ചെയ്ത കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇമ്പോർട്ട് മോഡ്യൂൾ എന്ന ഓപ്ഷൻ ലഭ്യമാണ്. ഇമ്പോർട്ട് മോഡ്യൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ആദ്യത്തേത് ഇമ്പോർട്ട് വിത്തിൻ സ്റ്റേറ്റ്, അടുത്തത് ഇമ്പോർട്ട് ഔട്ട്സൈഡ് സ്റ്റേറ്റ്, അതുകൂടാതെ ഡ്രോപ്പ് ബോക്സ് ഓർ ഇനാക്റ്റീവ് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ്. ഈ കാണുന്ന 3 ബട്ടൺസ് നമ്മുടെ കുട്ടികളെ ഇമ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കപ്പെടുന്നതാണ്. ഇതിൽ ആദ്യത്തെ ഓപ്ഷനായി ഇമ്പോർട്ട് വിത്തിൻ സ്റ്റേറ്റ് ആണ് കൂടുതലും ഉപയോഗപ്പെടുന്നത്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സ്റ്റുഡൻറ് പെൻ, പെർമനന്റ് എഡ്യൂക്കേഷൻ നമ്പർ, നമുക്ക് സ്റ്റുഡൻറ് പെൻ ID, അതുകൂടാതെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന വിവരങ്ങൾ അറിയാമെങ്കിൽ ഇവിടെ നിന്ന് ആ കുട്ടിയെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ പെൻ ID കിട്ടാൻ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, ഗെറ്റ് പെൻ നമ്പർ ആൻഡ് DOB എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആധാർ നമ്പറും ഇയർ ഓഫ് ബർത്തും എൻ്റർ ചെയ്ത ശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പെൻ ID ലഭിക്കുന്നതാണ്. 2, ഡ്രോപ്പ് ബോക്സ് സ്റ്റുഡൻറ് ലിസ്റ്റ്. ഇവിടെ യുഡൈസ് കോഡ് വെച്ച് സെർച്ച് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ യുഡൈസ് കോഡ് അറിയാത്ത സാഹചര്യത്തിൽ ഈ കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം സെലക്ട് ചെയ്ത് സ്കൂളിൻ്റെ സെലക്ട് ചെയ്താൽ ആ സ്കൂളിൻ്റെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അവിടെ നിന്ന് പെൻ ID നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഇമ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി എൻ്റർ ചെയ്യുക. അതിനുശേഷം ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ സ്റ്റുഡൻറ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം എന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സ്റ്റുഡൻ്റ് ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇവിടെ പ്രീവിയസ് സ്കൂളിംഗ് സ്റ്റാറ്റസ്, അതിൽ ലാസ്റ്റ് പഠിച്ച സ്കൂൾ ഡീറ്റെയിൽസ്, അതുകൂടാതെ പ്രോഗ്രഷൻ സ്റ്റാറ്റസിൽ ലാസ്റ്റ് പഠിച്ച ക്ലാസ് ഡീറ്റെയിൽസും അവൈലബിൾ ആയിരിക്കും. പിന്നെ അടുത്ത എലിജിബിൾ ആയ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അതിൽ കറക്റ്റ് ക്ലാസ് സെലക്ട് ചെയ്യുക. പിന്നെ സെക്ഷനും സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് അഡ്മിഷൻ എൻ്റർ ചെയ്ത ശേഷം ഇമ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ മറ്റ് സ്കൂളുകളിൽ നിന്നും വന്ന ഓരോ കുട്ടികളെയും ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ്. അടുത്ത യുഡൈസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.